കാണാതായ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയുടെ ഡ്രൈവർ രജിത് കുമാറിനെയും ഭാര്യ തുഷാരയെയും കാണാനില്ലെന്ന് പരാതി. തുഷാരയുടെ സഹോദരൻ നടക്കാവ് പോലീസിൽ പരാതി നൽകി. കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ടൂറിസ്റ്റ് ഹോമിൽ നിന്നും ചെക്കൌട്ട് ചെയ്ത ഇരുവരും ഓട്ടോറിക്ഷയിൽ കയറി പോകുന്ന CCTV ദൃശ്യങ്ങൾ മീഡിയ വണ്ണിന് ലഭിച്ചു. മാമി തിരോധാന കേസിൽ പോലീസും ക്രൈംബ്രാഞ്ചും രജിത് കുമാറിനെ ചോദ്യം ചെയ്തിരുന്നു. 7-ന് ചോദ്യം ചെയ്തതിനു ശേഷം 8-ന് വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടു. ഇതിന് പിന്നാലെ രജിത് കുമാർ തുഷാരയുടെ സഹോദരനെ വിളിച്ച് മക്കളെ സ്കൂളിൽ നിന്നും കൂട്ടാൻ പറഞ്ഞു. പിന്നീട് ഇരുവരെക്കുറിച്ചും ഒരു വിവരവുമില്ലെന്നാണ് തുഷാരയുടെ സഹോദരൻ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. 8-ാം തീയതി ഇതേമാതിരി വിളിച്ചിട്ടും കിട്ടുന്നില്ല എന്നപ്പം ഞാൻ അവിടെ വീടിനടുത്തുള്ള അവിടെ അന്വേഷിച്ചു. ഇനി അവിടെ ഉണ്ടോ, ഇനി ഫോണ് മറ്റവരുടെ കയ്യിലാണോ എന്ന് നമുക്ക് അറിയില്ലല്ലോ, ക്യാമറ ഓഫീസിലാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോൾ താക്കോല് 7-ാം തീയതി കൊടുത്തു പോയതാണ്, ഇതുവരെ വന്നിട്ടില്ല എന്നാണ്. ക്രൈംബ്രാഞ്ചും പോലീസും തുടർച്ചയായി ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതിൽ മാനസിക പ്രയാസമുണ്ടായിരുന്നെന്ന് രജിത്തിന്റെ സഹോദരൻ പറഞ്ഞു. വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കാരണം അന്വേഷണ ഭാഗമായിട്ട് അന്വേഷിച്ചോട്ടെ, കുടുംബത്തിനെയും മക്കളെയും ഫാമിലിയും ഒന്നും വല്ലാണ്ട് ബുദ്ധിമുട്ടി, നാട്ടിലൊക്കെ വല്ലാണ്ട് അസ്വസ്ഥയാക്കുന്നുണ്ട്. പൊളിച്ച് വീട്ട് വന്ന് ഗേറ്റിയാടി വന്ന് പിടിക്കുക, അതൊക്കെ ഒരു വിഷയമാണ്. മാനസികമായി തളർന്നൊരു അവസ്ഥയാണ്. 7-ന് വൈകിട്ടാണ് രജിത്തും ഭാര്യയും KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ ടൂറിസ്റ്റ് ഹോമിൽ മുറിയെടുത്തത്. ഇന്നലെ രാവിലെ ഇരുവരും റൂം ഒഴിഞ്ഞ് ഓട്ടോറിക്ഷയിൽ കയറി പോകുന്ന CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു. രജിത്തും ഭാര്യയും കയറിയ ഓട്ടോറിക്ഷ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഓട്ടോറിക്ഷ കടന്നുപോയ വഴികളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. എവിടെയാണ് ഇറങ്ങിയതെന്ന് ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുമെന്നാണ് കരുതുന്നത്. ഷിത ജഗത്, മീഡിയ 1, കോഴിക്കോട്.